Hi all. Education is the most powerful weapon which you can use to change the world. JJ യൂണിവേഴ്സിറ്റി പ്രസിഡന്റും ഏഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ശ്രീ MP ചന്ദ്രൻ സാറാണ് നമ്മളുടെ കൂടെ ഉള്ളത്. 30 വർഷത്തിലധികമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സാറിനൊരു പുതിയ അക്കാദമി ആയിട്ട് കേരളത്തിലേക്ക് വരികയാണ്, നാഷണൽ സ്കിൽ അക്കാദമി. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ഹായ് സർ, വെൽക്കം ടു ദ ഷോ. സാർ ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്, ഏകദേശം 15,000 സ്റ്റുഡൻസ് അതിലുണ്ട്. എന്നിട്ടൊരു അക്കാദമി തുടങ്ങാനുള്ള തീരുമാനം എവിടെ നിന്നായിരുന്നു? ഞാൻ കേരളത്തിൽ പോയിട്ട് 30 വർഷമായി. ഗുജറാത്തിൽ സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിച്ചു. അതിനു മുന്നേ ഞാൻ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും മൾട്ടിനാഷണലും ജോലി ചെയ്തിരുന്നു. അപ്പോൾ കേരളത്തിൽ ചില മാറ്റം 2-3 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷനും വേണ്ടിയിട്ടും കുറച്ച് പുരോഗമന പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എഡ്യൂക്കേഷൻ ആണ് എൻ്റെ ഫോർട്ടെ, അത് കേരളത്തിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. കേരളത്തിൻ്റെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലും കണ്ടു. അപ്പോൾ അത് അംഗീകരിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതിന് മുന്നേ നമുക്കൊരു സ്കിൽ അക്കാഡമി തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ അവർ ഫോർ കേരള എസ്പെഷ്യലി ആൻഡ് ഇന്ത്യ ഇൻ ജനറൽ. അവിടെയാണ് ജോലിയുള്ളത്. CA ഗ്രാജുവേറ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് IIM എന്ന്. പിന്നെ എങ്ങനെ ടോട്ടലി എഡ്യൂക്കേഷനിലേക്ക് കയറാമെന്ന് വിചാരിച്ചത്? എനിക്ക് ആദ്യം തന്നെ എഡ്യൂക്കേഷനിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ എഡ്യൂക്കേഷൻ അന്ന് ദർ വാസ് നോ മണി, പൈസ ഉണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് ടു ഗോ ടു കോർപ്പറേറ്റ്, ഏൺ ഇനഫ് മണി ആൻഡ് ദെൻ ഇൻവെസ്റ്റ് ദാറ്റ് മണി ഇൻ ടു എഡ്യൂക്കേഷൻ. അങ്ങനെയാണ് ഞാൻ 30 വർഷം കോർപ്പറേറ്റിൽ ചെയ്തിട്ട് at the age of 50 I came to education. I established an international school, and from there it grew into many schools, many colleges, and now a university. ഓക്കെ സർ, നമ്മൾ റിന്യൂവബിൾ എനർജീസിനെ പറ്റി നമ്മൾ ജസ്റ്റ് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ല അത് എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഞാൻ എനർജിയെ പറ്റി പറയാം. ഓക്കെ. നമ്മൾ എനർജിയെ പറ്റി വിചാരിക്കുമ്പോൾ ആദ്യം വരുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി ട്രഡീഷണൽ നോക്കിയാൽ കോൾ ബേസ്ഡ് ജനറേഷനാണ് കാണുന്നത്. കോൾ ബേസ്ഡ് ജനറേഷന് ഒരു വലിയ സ്ഥാപനം വേണം. അപ്പോൾ കോൾ ബേസ്ഡ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി പവർ പ്രൊജക്റ്റുകളുണ്ട്. വലിയ പവർ പ്രൊജക്റ്റുള്ള ജനറേറ്റിംഗ് മാനുഫാക്ചറിങ് സ്ഥലം ഒരു സ്ഥലത്തായിരിക്കും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സിറ്റിയിലും വില്ലേജിലും കൊടുക്കാൻ അതിനുവേണ്ടി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പോൾ കോൾ ഉപയോഗിച്ചിട്ട്, കോൾ എന്ന് പറഞ്ഞാൽ ഹൈലി പൊള്യൂട്ടിങ് റോ മെറ്റീരിയലാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കുക. ആ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലോസ് ഓഫ് പവർ ഉണ്ട്. ഇവിടെ 100 യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെത്തുമ്പോൾ ഒരു 13-15% അത് കുറയും. അപ്പോൾ 100 യൂണിറ്റ് ഉണ്ടാക്കുന്നത് 87 യൂണിറ്റേ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെത്തുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഒരു വലിയ വൈഡ് ഏരിയയിലാണ് വീട്ടിലും കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലും ഇൻഡസ്ട്രിയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 15-20% പിന്നെയും ഡിസ്ട്രിബ്യൂഷൻ ലോസ് ആകും. അപ്പോൾ 100 യൂണിറ്റ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 65-70 യൂണിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദർ ഈസ് എ ലോസ് ഓഫ് പവർ ജനറേറ്റഡ് ഫ്രം ട്രാൻസ്മിഷൻ ടു യൂസർ. So there is an inefficiency. So wherever there is inefficiency, there is possibility of new things and disruption. That is how people started researching on renewable, means energy with raw material that is always available. You can reuse it again. When you think of reusable energy, you are looking at raw materials like sunlight, wind, or water. So you can create hydropower from water, you can create wind energy from wind turbines, and solar energy which is available throughout at no cost, even at your home. So this is renewable energy which is non-polluting and which has no raw material cost at all. That is renewable energy, and that is where the world moves with the new central government policy of taking rooftop solar to every home by 2025. There are tremendous opportunities in a warm country like India.
ഓക്കെ. ഇപ്പോൾ നമ്മൾ അക്കാദമി എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അവിടെ പ്രൈമറിലി ശ്രദ്ധിക്കുക അവിടുത്തെ കോഴ്സസിനെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് പറഞ്ഞുതരും. Actually, renewable energy, basically 77 courses are there which are approved by Skill India Greens as well as National Skill Development Corporation of India. We are going to offer all these courses in our academy in Kochi. They are all certified by NSDC and Skilled India. And we are also associated with two universities based out of Gujarat, including Pandit Deendayal Energy University, which is concentrating on development of new energy resources. That is why it changed its name from Pandit Deendayal Petroleum University to Energy University. സർ, ഇപ്പോൾ പൊതുവേ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കുട്ടിയെങ്കിലും അബ്രോഡ് പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കാദമി വരുന്നതിലൂടെ സർ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഈ സ്കിൽസ് യൂണിഫോമിലി വേൾഡിൽ എല്ലാ സ്ഥലത്തും ജോലി കിട്ടും. മിഡിൽ ഈസ്റ്റ് പോയാൽ മിഡിൽ ഈസ്റ്റിലും കിട്ടും, യൂറോപ്പിൽ പോയാൽ യൂറോപ്പിലും കിട്ടും, കാനഡ, US, ഓസ്ട്രേലിയ, എവ്രിവെയർ ദർ ഈസ് ക്രേസ് ഫോർ റിന്യൂവബിൾ എനർജി ട്രെയിൻഡ് പ്രൊഫഷണൽസ്. അപ്പോൾ ഇവിടെ പഠിച്ച കുട്ടികൾക്ക് എവിടെയും ജോലിക്ക് പോവാം. പക്ഷേ യൂറോപ്പിൽ ജോലിക്ക് വേണ്ടി യൂറോപ്പിൽ ചെറിയ ചെറിയ കൺട്രീസിൽ അവരുടെ ഓൺ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പം വെൻ വി തിങ്ക് ഓഫ് ഗോയിങ് അബ്രോഡ്, മിഡിൽ ഈസ്റ്റ് ഒരു സാച്ചുറേറ്റഡ് ആയി. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ജോലിയുണ്ട്, പക്ഷേ സാലറി ലെവൽസ് വളരെ കുറഞ്ഞു. ഇന്ത്യയിൽ ഒരു പ്രൊഫഷനിൽ 30,000-40,000 കിട്ടുന്നുണ്ട്, 40,000 പെർ മന്ത് കിട്ടുന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഈ പ്രൊഫഷനിൽ പോയാൽ അവർക്ക് ഒരു 70,000-80,000 കിട്ടും. പക്ഷേ അവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് എത്ര തന്നെയുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ് ഫോർ ഗോയിങ് ടു മിഡിൽ ഈസ്റ്റ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലും ഓസ്ട്രേലിയയിലും കാനഡയിലും US-ലും പോവുകയാണെങ്കിൽ അവിടെ സാലറി ലെവൽ വളരെ കൂടുതലാണ്. ബട്ട് ദർ യു വിൽ ഹാവ് ടു എക്വിപ്പ് യുവർ സെൽഫ് ഇൻ വിത്ത് ലാംഗ്വേജ് സ്കിൽസ്. യൂറോപ്പിലാണെങ്കിൽ ജർമ്മൻ, ഫ്രഞ്ച്, സ്പാനിഷ്, മറ്റേ ഓസ്ട്രേലിയ, കാനഡ ആൻഡ് UK ആൻഡ് USA-ൽ പോകണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ അവരുടെ സർട്ടിഫിക്കേഷനും വേണം. ഇംഗ്ലീഷിലാണെങ്കിൽ IELTS or TOEFL വേണം. ജർമ്മനിലായാലും അവരുടെ A1, A2, B1, B2 ഇത് 4 ലെവലുണ്ട്. ഇതുമാതിരി ഫ്രഞ്ചിലും സ്പാനിഷിലും ലെവൽസ് ഉണ്ട്. 3 ലെവൽ നിങ്ങളിവിടുന്ന് പാസ്സായാലും മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ അവിടെ അനുവദിക്കുള്ളൂ. അവിടെ പോയിട്ട് 4th ലെവൽ ചെയ്യാം. ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് കോസ്റ്റ്. ഈ അക്കാഡമിയിൽ ഞങ്ങൾ സ്കിൽ തീർച്ചയായും കൊടുക്കും. അതല്ലാതെ ഇഫ് ദേ വാണ്ട് ടു ഗോ അബ്രോഡ്, വിൽ ട്രെയിൻ ദം ഇൻ ഫോറിൻ ലാംഗ്വേജസ് ഓൾസോ. വിൽ ഹെൽപ്പ് ദം ടു പ്രോസസ് ദർ വിസ ആൻഡ് ഗെറ്റ് എ ജോബ് ഓൾസോ. ഓക്കെ. ഇപ്പം നമ്മളൊരു 3 മാസത്തെ കോഴ്സ് എന്ന് പ്രത്യേകിച്ച് ഡിഗ്രി ബാക്കപ്പ് ഒന്നും ഇല്ലാതെ ജോലി സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. അതെങ്ങനെയാണ് സാർ ഈ ഒരു കോഴ്സിലൂടെ സാധ്യമാക്കുന്നത്? ഇപ്പോൾ നോട്ട് ഓൺലി ഇൻ റിന്യൂവബിൾ എനർജി, ഈവൻ ഇൻ IT sector, the companies like Google and Amazon are telling, we don't look at your degree at all. We do not want your degree. We want skill. And therefore, skill is for today and tomorrow. So you should forget about traditional degrees and traditional 4-year, 5-year, 6-year. You study, and then no work. We are trying to reverse it. Okay. After 12th standard, you come, acquire a skill for 6 months, 3 months, 4 months, get internship in a company, get practical training, and get into a job directly. If you want to have a degree, online degrees are available. Most of the universities in India are also offering online degrees. You can do your job, earn money, and earn your degree also. ഓക്കെ. സർ, JG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റഗ്രൽ പാർട്ടാണ് സർ. അത് തുടക്കം മുതൽ ഇന്നത് എത്തിയിരിക്കുന്ന പൊസിഷൻ വരെ. സോ ആ ഒരു വളർച്ചയെ സർ എങ്ങനെയാണ് പേഴ്സണലി നോക്കിക്കാണുന്നത്? ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലും സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമും 4-year പ്രോഗ്രാംസ്, ഓണേഴ്സ് പ്രോഗ്രാം ആസ് പെർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെങ്കിൽ 2 വർഷം ക്ലാസ് റൂം ലേണിങ്ങും 3rd and 4th year paid internship one. 3rd and 4th year they will work for 6 hours or 7 hours and come back to college only in the evening for 2 or 3 hours of theory learning. That theory learning they can do it online wherever they are, or they can come to the campus.
In the case of post-graduation, first year is classroom, second year is paid work. So even before they get the degree, they get experience as well as they earn money to pay for the fees also. So that way, JG University is unique in its approach. ഓക്കെ സർ, ഇങ്ങനെ ഒരു വലിയ അക്കാദമി നമ്മൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത്, ജോബ് അഷുറൻസ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലുള്ള സാറിൻ്റെ കൂടെയുള്ള ടീം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ ഇതിൻ്റെ പുറകിൽ സാറിൻ്റെ കൂടെയുള്ള ടീം ആരൊക്കെയാണ്? ടീം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പണ്ഡിറ്റ് ദീൻദയാൽ എനർജി യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ജനറൽ സുന്ദർ മനോഹറുണ്ട്. ഒരു ടെക്നോളജി എക്സ്പേർട്ടാണ് അയാൾ. അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആണ് ഇൻ ഹിസ് പേഴ്സണൽ കപ്പാസിറ്റി. അതുമാതിരി ഡോക്ടർ പി മുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ടെക്നോളജിയിൽ 2 PhD എടുത്ത മനുഷ്യനാണ്. സിംഗപ്പൂരിൽ ജോലി ചെയ്യായിരുന്നു. ഹീസ് ഫ്രം കോയമ്പത്തൂർ. ഹി കെയിം ബാക്ക്. ഹി ഈസ് ജോയിനിങ് us to see that we are able to not only develop great curriculum in tune with NSTCs and in tune with requirement of industry. He would be heading the curriculum development team, and we are recruiting various faculty members both from industry as well as from our own university system, mostly from those who are based in Kerala. ഇപ്പോൾ നമ്മളൊരു വാർത്ത അടുത്ത് കേട്ടതാണ്, 2030 500 GW നോൺ ഫോസിൽ ഫ്യൂവൽ എനർജി ആണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. ഇതൊരു വലിയ വിഷനാണല്ലോ. സാറിൻ്റെ നാഷണൽ സ്കിൽ അക്കാദമിയിലെ സ്റ്റുഡൻസിലൂടെ സാർ അതിലേക്ക് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം ഈ റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽഡ് പേഴ്സൺ ഇല്ല, ഇന്ത്യയിൽ തന്നെ ഇല്ല. അപ്പോൾ കേരളം ആണ് ഓൾവേസ് ലിറ്ററസിയിൽ ഫസ്റ്റ് ഫോർഫ്രണ്ടിൽ കേരളമാണ്. അതുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെ നമ്മൾ ആ ടുമോറോ സ്കില്ലിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ട് അതിൽ കോൺട്രിബ്യൂഷൻ ചെയ്തു. അവർ പീപ്പിൾ വുഡ് ബി കോൺട്രിബ്യൂട്ടിങ് ടു റിയലൈസിങ് ദിസ് ഡ്രീം. ഓക്കെ, 30 വർഷത്തിലധികമായി സാർ ഈ ഒരു പറഞ്ഞല്ലോ 50 years യു സ്റ്റാർട്ടഡ് അല്ലേ? അപ്പോൾ ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾക്ക് സാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? ബി പേട്രിയോട്ടിക്. Look at what the nation wants, what our younger generation needs. Give them only those skill sets that would allow them to succeed as a professional and as a contributing human being. Okay. We need to be patriot first. We need to be contributing citizens. Of course, your professional skill will help you do that. സർ, നമ്മൾ പൊതുവെ എല്ലാവരും വൈറ്റ് കോളർ ജോബ്സ് ആണ് പ്രിഫർ ചെയ്യാറ്. ഇതൊരു ബ്ലൂ കോളർ ജോബിനും കൂടെയുള്ള പോസിബിലിറ്റി ആണല്ലോ ഇതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതെന്താ അങ്ങനെ ഒരു ഫോക്കസ് പോയത്? ഞാൻ ഇനി ഒരിക്കലും ബ്ലൂ കോളറും വൈറ്റ് കോളറായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ല. ഞാൻ എബ്രോഡിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്യേണ്ടത് വൈറ്റ് കോളറായിരുന്നു. ഐ വാസ് ലുക്കിംഗ് ആഫ്റ്റർ സ്ട്രാറ്റജി ഫോർ എ ബിഗ് ലാർജ് മൾട്ടിനാഷണൽ കമ്പനി. പക്ഷേ വീട്ടിൽ വന്നാൽ പ്ലംബിങ്ങിന് ചെയ്യാൻ, ഇലക്ട്രിസിറ്റി പോയാലും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലേറ്റ് തുറക്കാനും എനിക്ക് തന്നെ ചെയ്യണം. അപ്പോൾ ബ്ലൂ കോളർ വീട്ടിലും വൈറ്റ് കോളർ പുറത്തുമായിരുന്നു. നൗ ദോസ് ഡേയ്സ് ഓഫ് വൈറ്റ് കോളർ ആൻഡ് ബ്ലൂ കോളർ ജോബ്സ് ആർ ഓവർ. വാട്ട് യു നീഡ് ഈസ് സ്കിൽ. ആൻഡ് സ്കിൽ ഇഫ് യു കോൾ ബ്ലൂ കോളർ, ബട്ട് ദാറ്റ് ഈസ് വേർ യു ഹവ് ഗോട്ട് മണി, യു ഹവ് ഗോട്ട് ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് നമുക്കിത് മറക്കണം. ഈ വൈറ്റ് കോളറും ബ്ലൂ കോളറും ഉള്ള വ്യത്യാസം നമുക്ക് മറക്കണം. സർ, ഇങ്ങനെ ഒരു വലിയ അക്കാദമിയുമായിട്ട് നമ്മളുടെ കേരളത്തിലേക്ക് സാർ വരുന്ന സമയത്ത് എന്ത് മാറ്റമാണ് സാർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന സ്കിൽഡ് വർക്ക് ഫോഴ്സ് ഉണ്ടാക്കാനാണ്. കേരള ഷുഡ് ബി ഏബിൾ ടു പ്രൊവൈഡ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് നോട്ട് ഓൺലി ടു ഇന്ത്യ ബട്ട് ടു ദ ഹോൾ വേൾഡ് ഇറ്റ് സെൽഫ്. ഒരു സമയത്ത് ടീച്ചേഴ്സും നേഴ്സസും കേരളത്തിലാണ് ലോകത്തിൽ എവിടെയും പോയിരുന്നത്. ട്രേഡേഴ്സും ഉണ്ടായിരുന്നു. വി ലോസ്റ്റ് ഇറ്റ് സംവെയർ. നൗ these are areas where there is a lot of growth. For example, renewable energy is the buzzword everywhere in the world. If you can create those skilled people in Kerala would get back those great days again. ഈ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ സാധ്യതകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു ജോലി സാധ്യതയുണ്ട്, ഇനിയുള്ള വർഷങ്ങളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് ആളുകൾ കൂടുതലുള്ളൊരു സ്പേസ് ആണ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ചിലവുകളായിരിക്കും. അത് എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ കോഴ്സസ് എന്ന് പറയുന്നത്? ഈ കോഴ്സ് കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കില്ല. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി സംവെയർ ബിറ്റ്വീൻ 1 lakh and 1,50,000. Those who do not have that much money also, we would tie up with banks to see that
they get loans with easy installments. പിന്നെ അതുമല്ല ജോബ് അഷുറൻസ് ഈ കോഴ്സിന് വരുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടു. അതിനെപ്പറ്റിയും കൂടെ ഒന്ന് പറയാം. ജോബ് അഷുറൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കാഡമിയിൽ പഠിച്ചിട്ട് നന്നായിട്ട് സ്കിൽ എക്വയറി ചെയ്യുക, പ്രാക്ടിക്കൽ എക്സാമും തിയറിറ്റിക്കൽ എക്സാമിലും പാസ്സായ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് NSTC അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവർക്ക് 100% നെക്സ്റ്റ് ഡേ ജോലി കിട്ടും. പക്ഷേ അക്കാഡമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ജോബ് കിട്ടും അങ്ങനെയല്ല. അവർ സ്കിൽ എക്വയറി ചെയ്താൽ അവർക്ക് ഈ പ്രാക്ടിക്കലും റിട്ടേൺ എക്സാമിനേഷനും പാസ്സായാൽ അവർക്ക് 100% ജോലി കിട്ടും. അതിപ്പോൾ ഇഫ് യു ആർ joining the academy, you should come with the complete dedication to learn, acquire skill set that would enable them to get jobs. ഓക്കെ സർ, ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയില്ല. അത് എന്താണെന്ന് പറഞ്ഞു തരണം. അതിൻ്റെ കൂടെ അത് നമുക്ക് എങ്ങനെയാണ് ഡെയിലി ലൈഫിൽ അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്? ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈഡ്രജന് വേണ്ടി കേട്ടിട്ടുണ്ട്. വെള്ളം ഈസ് H2O. അപ്പോൾ വെള്ളത്തിന് നമ്മൾ ഇത് ചെയ്താൽ H2O ഹൈഡ്രജനും ആവും ഓക്സിജനും ആവും. ഹൈഡ്രജൻ ഒരു സെല്ല് ഉണ്ടാക്കിയിട്ട് ഹൈഡ്രജൻ്റെ ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. അതിൽ നിന്ന് ഈ ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, വെഹിക്കിൾസിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് പെട്രോളും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഹൈഡ്രജൻ സെല്ല് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ സെല്ല് ഒരു വെസലാണ് ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യുന്നത്. ദിസ് ഹൈഡ്രജൻ വുഡ് ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദെൻ മെക്കാനിക്കൽ എനർജി. അപ്പോൾ അങ്ങനെയാണ് വെഹിക്കിൾസ് പോകുന്നത്. ഓൾറെഡി ഇന്ത്യയിൽ ഡൽഹിയിൽ ഹൈഡ്രജൻ ഫ്യൂവൽ നടക്കുന്ന ഒരു ബസ്സുണ്ട്. പിന്നെ അതിന് വീട്ടിലെ ഉപയോഗത്തിൽ നമ്മൾ ഇപ്പം LPG ഗ്യാസോ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് നാച്ചുറൽ ഗ്യാസോ ഉപയോഗിക്കുന്നതിന് പകരം ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയൊരു വെസൽ മാതിരി വെച്ചത് അത് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ഹൈഡ്രജനാക്കി മാറ്റിയിട്ട് ഹൈഡ്രജൻ വിൽ ബി യൂസ്ഡ് ഇൻ യുവർ കിച്ചൺ. ഓക്കെ, അതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് വെള്ളവും ഉണ്ട്, എയർ ഉണ്ട്. എവിടുന്ന് നിങ്ങൾ വേണമെങ്കിൽ ഹൈഡ്രജൻ ഉണ്ടാക്കാം. ദാറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് എനർജി. അതാണ് ഗ്രീൻ എനർജി. സർ, റിന്യൂവബിൾ എനർജി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് തന്നെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്, ഒരുപാട് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറഞ്ഞുതരും. ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തത് 2035 ഇന്ത്യയുടെ എല്ലാ വീട്ടിലും പവർ ജനറേഷൻ യൂണിറ്റ് ആക്കി മാറ്റണം. അത് സോളാർ എനർജിയിൽ കൂടുതൽ പറ്റുള്ളൂ. ബിലോ പോവർട്ടി ലൈനിൽ ആളുകളാണെങ്കിൽ ആ ഫാമിലിക്ക് 100% സബ്സിഡി ഉണ്ട്. ആസ് യുവർ ഇൻകം ഗോസ് അപ്പ്, സബ്സിഡി കംസ് ഡൗൺ. ആൻഡ് വേർ എവർ യു ഡോണ്ട് ഹാവ് മണി, ബാങ്ക് വിൽ ഓൾസോ ഫൈനാൻസ് യു ദ എമൗണ്ട് ദാറ്റ് ഈസ് റിക്വയർഡ് ആഫ്റ്റർ ദ സബ്സിഡി. ഇപ്പം 60% സബ്സിഡി ആണെങ്കിൽ 40% ബാങ്ക് ലോൺ ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് വാട്ട് എവർ ഇലക്ട്രിസിറ്റി ബിൽ യു സേവ്, ദാറ്റ് ഇറ്റ് സെൽഫ് would enable you to take loan and pay the EMI. In agriculture, there are two different types of initiatives from the government. ഒന്ന് പമ്പ് സെറ്റ്, ഇപ്പോൾ മണ്ണെണ്ണ ഡീസലോ അല്ലെങ്കിൽ ഇത് കെറോസിനും ഉപയോഗിക്കുന്ന എല്ലാ പമ്പ് സെറ്റിനെയും സോളാർ ബേസ്ഡ് പമ്പ് സെറ്റ് ഉണ്ടാക്കണം. സോളാർ എല്ലാ സ്ഥലത്തും ഫീൽഡിൽ അവൈലബിൾ ആണ്. അതല്ലാതെ ഗ്രിഡ് ബേസ്ഡ് ഫീൽഡിൽ തന്നെ സോളാർ പവർ യൂണിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വാട്ട് എവർ പവർ ഈസ് ജനറേറ്റഡ് ക്യാൻ ബി സോൾഡ് ടു ദ ഗ്രിഡ് ഓർ ടു ദ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആൻഡ് ഫാമേഴ്സ് ക്യാൻ ഓൾസോ ഏൺ മണി. ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് 100% സബ്സിഡി ഈസ് അവൈലബിൾ ഫ്രം സെൻട്രൽ ഗവൺമെൻറ്. സോ ഇതൊരു വലിയ ഇനീഷ്യേറ്റീവാണ് ഗവൺമെൻറ്റിൻ്റെ. നമുക്ക് പക്ഷേ ആളുകൾക്ക് അറിയില്ല ഒട്ടും. അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും NGOസും ഈ മേഖലയിൽ വരും. ഇപ്പോൾ വെൻ ദേ ആർ കമ്മിങ് വി വിൽ ഹാവ് അവർ സ്കിൽഡ് പേഴ്സണൽ റെഡി ടു ഡു ദ ജോബ് ഫോർ ദം. റിന്യൂവബിൾ എനർജി എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ സർ നേരെ പറഞ്ഞല്ലോ, നോൺ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വരെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇതിൽ വലിയ ടെക്നോളജിയും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. എല്ലാ കുട്ടികളും 10th വരെ സയൻസ് കമ്പൽസറി ആയിട്ട് പഠിക്കുന്നുണ്ട്, മാത്സും പഠിക്കുന്നുണ്ട്. 11th 12th മാത്രമാണ് അവർ
മാത്സ് അല്ലെങ്കിൽ സയൻസ് ചൂസ് ചെയ്യുന്നത്. അത് 10th ലെവലിലുള്ള സയൻസ് അറിഞ്ഞാൽ അവർക്ക് ഈ മേഖലയിൽ പോകാൻ പറ്റും. ഈവൻ അതർവൈസ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയില്ല. ദാറ്റ് ഈസ് എ സാഡ് പാർട്ട് ഓഫ് ഇറ്റ്. അവരെയൊക്കെ ക്ലാസ് റൂമിൽ വെച്ച് തിയറിയാണ് പഠിപ്പിക്കുന്നത്. ജോലിക്ക് പോയാൽ അവർക്കൊന്നും അറിയില്ല. ദേ ഹാഡ് ടു ബി റീട്രെയിൻഡ്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ 10th പാസ്സായാലും 12th പാസ്സായുള്ളവർക്ക് ആക്ച്വൽ സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. തിയറിക്ക് നോളജ് കൊടുക്കും, അതിനുശേഷം പ്രാക്ടിക്കലി ഇൻ കമ്പനി അവർ പോയിട്ട് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ചെയ്യും. അപ്പോൾ 3 months 4 months 6 months കോഴ്സിന് ശേഷം അവർക്ക് എന്നെ സംബന്ധിച്ചോളം നോക്കിയാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനേക്കാളേറെ കൂടുതൽ സ്കിൽ കാണും. നമ്മൾ റിന്യൂവബിൾ എനർജീനെ പറ്റി ഇത്ര നേരം സംസാരിച്ചല്ലോ, അതിൽ പുതിയ ഇന്നോവേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, നമുക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഇന്നോവേഷൻസ്? ഒരുപാട് ഇന്നോവേഷൻ ഉണ്ട് ഈ മേഖലയിൽ. എല്ലാ ദിവസവും ഇന്നോവേഷനാണ്. നിങ്ങൾ വിൻഡ് എനർജി വെക്കുമ്പം ആദ്യം നിങ്ങൾ കാണുന്ന വലിയ ടർബൈനായിരുന്നു. ഇപ്പം എല്ലാ ഹൗസിൽ ഇൻഡിപെൻഡൻറ്റ് ഹൗസിൽ വെക്കാൻ പറ്റുന്ന ടർബൈനും കൂടി ഇൻവെൻറ്റ് ചെയ്തു. സോളാർ പാനലിൽ ആദ്യം ഉള്ള പാനൽ അപ്പർ സൈഡിൽ നിന്ന് മാത്രം എടുക്കുന്നതായിരുന്നു. സൂര്യനെ ലൈറ്റ് വരുന്ന ഭാഗത്ത് മാത്രമാണ് എനർജി ഡെവലപ്പ് ചെയ്തത്. അത് ഇപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെറസ് ഉണ്ടെങ്കിൽ 2 മേഖലയിൽ നിന്നും കൂടി അവർക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ബോത്ത് ഫ്രം ഡയറക്ട്ലി ഫ്രം സൺ ആസ് വെൽ ആസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ റൂഫ്. അതുമാതിരിയുള്ള ഇത് വന്നിട്ടുണ്ട്. ഇപ്പം കാണുന്നത് പാനലാണ്. പാനലിന് ഓരോ ട്യൂബും വരുന്നുണ്ട്. പാനലിൽ നോക്കിയാൽ ചെറിയ ചെറിയ സെല്ലുണ്ട്. ആ സെല്ലിൻ്റെ സൈസും വളരെ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. എപ്പോഴും ഇത് ആദ്യം നിങ്ങൾ ഒരു വലിയൊരു 6 ഫീറ്റിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത് അതിൻ്റെ മുകളിലായിരുന്നു സോളാർ പാനൽ ഉണ്ടായിരുന്നത്. ആ 6 ഫീറ്റ് ഇപ്പോൾ 6 ഇഞ്ചാക്കി മാറ്റി. ആൻഡ് ഇറ്റ് വിൽ ബി വിത്തിൻ സം ടൈം നമ്മുടെ ഓടിൻ്റെ മുകളിൽ പൊട്ടിക്കാൻ പറ്റുന്ന സോളാർ പാനലും കൂടി വരും. അപ്പോൾ ഈ ഒരു മേഖലയിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എവറി ഡേ ദർ വുഡ് ബി സംതിങ് കമ്മിങ് അപ്പ് ആൻഡ് വി വിൽ train our people in this academy to learn as they work also. So we would be teaching them how to learn, unlearn and relearn. Over and above this, there is a development. We have got, India is full of rivers, more so in Kerala. So river also can be used for generating solar energy. There are panels that can be installed within the river. These panels, this technology allows these panels to be installed in such a way that during flooding, the panels will go up. When the water level comes down, it will come down. Okay. So there is a tremendous opportunity for installing solar power projects in backwaters as well as in rivers also. This is going to be tomorrow's technology, which we have already done in Kerala for the first time. And I am sure these companies would take it forward to other parts of the country and the world. സർ, നമ്മൾ പൊതുവേ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ വലിയൊരു വിഷയമാണ് ഇവിടെ. അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു പ്രോബ്ലമാണ് സ്കില്ലില്ല ആളുകൾക്ക് എന്ന് പറയുന്നത്. സോ ഈ കമ്പനി വരുന്നത് തന്നെ നാഷണൽ സ്കിൽ അക്കാദമി എന്നുള്ള പേരിലാണ്. അതിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതും സ്കില്ലാണ്. സോ വി ആർ സോ ഹോപ്പ്ഫുൾ ഫ്രം അവർ എൻഡ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് സോ മെനി പ്രോബ്ലംസ് ദാറ്റ് ദ യൂത്ത് ഇസ് ഫേസിങ് നൗ എ ഡേയ്സ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് തോട്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today. Thank you. I also hope and all the best. All the best for you. Thank you very much. I also hope നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഈ സ്കില്ല് പഠിക്കാൻ വേണ്ടി വരും. അവർ ഇനിയും ഓഫീസ് ജോബിൻ്റെ പേരിൽ എൻ്റെ പിന്നിൽ ഓടില്ല. ലെറ്റ് us hope. ഞാൻ പറഞ്ഞ മാതിരി വൈറ്റ് കോളറും ബ്ലൂ കോളറിലുള്ള വ്യത്യാസം എല്ലാവർക്കും മറക്കണം. I am sure people like you would be able to take it to youngsters. Yes, definitely, sir. Thank you so much. Thank you. Thank you very much.